ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ മെനു 62ാമത്തെയാണ്. ഇപ്പോൾ ചെറുപയറിൻ്റെ കറി എല്ലാവരും കൂട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് മോരുകറിയുടെ ഫോമിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ കോവയ്ക്ക കൊണ്ട് ഒരു പെപ്പർ ഫ്രൈഡ് റെസിപ്പിയും കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ചെറുപയർ മോരുകറിക്ക് ചെറുപയർ നല്ലപോലെ വേകുന്ന വരെ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു ചെറിയ ഭാഗം പച്ചമുളകും കൂടി ഒരു മിക്സിയിലേക്ക് എടുത്തിട്ട് നമ്മളിത് ചെറുപയർ വേവിച്ച വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ വെന്ത ചെറുപയർ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ കുറച്ച് ചെറുപയറും പച്ചമുളകും അരച്ചെടുത്തില്ലേ, ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം. കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് നന്നായിട്ട് അടിച്ചെടുത്തതോ അല്ലെങ്കിൽ മോരോ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു തിള വരുന്ന വരെ കുക്ക് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക്, മുളക്, കരിവേപ്പില, കായപ്പൊടി വറുത്തിടുക. നമ്മുടെ കറി റെഡിയാണ്. ഇനി നമുക്ക് കോവയ്ക്ക പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ജീരകവും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുക്കുക. കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടുത്ത നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സായി വരുമ്പോൾ നേരത്തെ കരിവേപ്പില ചേർക്കേണ്ടതായിരുന്നു, മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ കോവയ്ക്ക ഇങ്ങനെ നേരിയതായിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാല കോവയ്ക്കയിൽ നന്നായിട്ട് മിക്സ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കോവയ്ക്ക മുക്കാൽ ഭാഗം വേകുന്ന വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കോവയ്ക്ക മുക്കാൽ ഭാഗം വെന്തുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുരുമുളകും ജീരകവും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കായതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കോവയ്ക്ക മുഴുവൻ വെന്ത് വരുന്ന വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് നിലക്കടല ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നിലക്കടല ചേർക്കാം, അല്ലെങ്കിൽ പൊട്ടുകടല ചേർത്താലും മതി. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതൊന്ന് ഫുൾ വേവ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കോവയ്ക്ക പെപ്പർ ഫ്രൈയും റെഡിയാവും. അപ്പോൾ ഇന്ന് കാണിച്ച 2 ഡിഫറെൻറ്റ് റെസിപ്പീസ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.